പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അക്കൗണ്ട് വഴി, ഒരു ജോയിന്റ് അക്കൗണ്ടാണ്. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ. കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിരുന്നു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തത്. ഇപ്പം ഞാനും പ്രതിപക്ഷ നേതാവും ആണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ആ അക്കൗണ്ടിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട്, മലയാളികളോട് പറയുന്നു, ആകെ ഇതുവരെ ലഭിച്ചത് 5,38,21,632 രൂപയാണ്. ആ അക്കൗണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. അതിലെ 2 ഘട്ടങ്ങളിലായിട്ട് KPCC പ്രസിഡന്റിന്റെ പേരിൽ, അത് പേഴ്സണലായിട്ടല്ല, ആരോ ഒരു തമാശ പറഞ്ഞു, അത് സണ്ണി ജോസഫും സതീശനും നാമനിർദ്ദേശ പത്രികയിലെ ഈ സ്ഥലം കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം. ആദ്യഘട്ടത്തിൽ 3 ഏക്കർ 24.5 സെന്റ് ഭൂമി KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ പേരിൽ 3,68,36,382 രൂപ മുടക്കി 3 ഏക്കർ 24.5 സെന്റ് സ്ഥലം 3,68,36,388 രൂപ ചെലവിൽ ആ സ്ഥലം വാങ്ങി. 3,68,00,000. അതിന് മുദ്രപത്രം, രജിസ്ട്രേഷൻ ഫീസ്, TDS, കോണ്ടൂർ സർവേ, ഡോക്യുമെന്റ് ഉൾപ്പെടെ ചെലവായിട്ടുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിന് 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിക്കുകയും അവരത് KPCCക്ക് നൽകുകയും ചെയ്തു. ഇതിന്റെ ആപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി കെ സുധാകരൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ ഫണ്ട് കളക്ഷന് വേണ്ടി ആപ്പ് നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് 9,30,000 രൂപ ചെലവാക്കി. 9,30,000. 1,05,00,000 രൂപ പരസ്യമായിട്ടുള്ള ചടങ്ങിൽ വെച്ചാണ് എന്നെ ഏൽപ്പിച്ചത്. 30,000 രൂപ. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. 2 ഏക്കർ 18 സെന്റ് എടുക്കുന്നതിന് 2,50,30,272 രൂപ കൊടുത്തു. ആ, 2,50,30,272. അല്ല, യൂത്ത് കോൺഗ്രസ് പുറമെയാണ്. അക്കൗണ്ട് വഴി കിട്ടിയതാണ് 538. അതിന്റെ കൂടെയാണ് യൂത്ത് കോൺഗ്രസ് 1,05,00,000. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്ന 2 ഏക്കർ 18 സെന്റിന് 2,50,30,272 രൂപ കൊടുത്തു. ഡോക്യുമെന്റ് ചെയ്യാൻ പൂർത്തീകരിച്ചു വരികയാണ്. നിലവില് ഈ കൊടുത്ത സംഖ്യ കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ KPCCയുടെ ഫണ്ടിൽ നിന്ന് പിരിച്ചു കിട്ടിയതിനേക്കാൾ ഉപരിയായിട്ട് 97,51,212 രൂപ അധികമായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. ഇനിയും ഭൂമി വാങ്ങുന്നതിന് 73,90,985 രൂപ കൂടി ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും അതിൻ്റെ സർവേ ഉൾപ്പെടെയുള്ള TDS, കോണ്ടൂർ സർവേ, മുദ്രപത്രം, രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കെല്ലാം കൂടിയായിട്ട് 73,90,985 കോടി രൂപ കൂടി ആവശ്യമുണ്ട്. രൂപ കൂടി ആവശ്യമുണ്ട് രജിസ്ട്രേഷനാണ്. ഈ ഭൂമി ഇടപാടുകളെല്ലാം തന്നെ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും ക്യാഷ് നേരിട്ട് നൽകിയിട്ടില്ല. എല്ലാം തെളിവുള്ള സംഗതികളാണ്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സംശയത്തിൻ്റെ പുകമറയുണ്ടാക്കാൻ അവിടെ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ച T. സിദ്ദിഖിൻ്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ഞങ്ങൾ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങിയ സ്ഥലത്താണ് അവർ കയ്യേറി വീട് സ്ഥാപിക്കാൻ തുടങ്ങിയത്. ഗവൺമെൻറ് പദ്ധതികൾ എന്താ? ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ നേതൃത്വം നിലപാട് സ്വീകരിക്കേണ്ടത്?